Okay, let us start. നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ നോക്കി, ലൈൻ ഇൻ്റഗ്രൽ നോക്കി. ഓക്കെ, ഇപ്പോൾ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ മിക്കവാറും അത് ഫ്ലെക്സ് ഡിഫൈൻ ചെയ്യുന്നത് ഇൻ ടൈംസ് ഓഫ് or flex of any vector field is defined as the surface integral of that vector field. Then ഇനി യൂഷ്വലി വരുന്ന ഒരു ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് വോളിയം ഇൻ്റഗ്രലാണ്. വോളിയം ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ വോളിയം ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ a scalar field phi is defined which means സ്പേസിലെ എല്ലാ പോയിന്റ്സിലും വാല്യൂ ഓഫ് phi നോൺ ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വാല്യൂ ഓഫ് phi ഈസ് നോൺ എവരിവെയർ ഇൻ സ്പേസ്. ദാറ്റ്സ് ഇറ്റ്സ് യൂഷ്വൽ മീനിങ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു എലമെൻ്റൽ വോളിയൂംസ്. ഡിവൈഡ് ദി വോളിയം ഇൻറ്റു എലമെൻ്റൽ വോളിയൂംസ്. ഓക്കെ, അത്തരത്തിൽ എലമെൻ്റൽ വോളിയൂംസ് ആയിട്ട് നിങ്ങളിതിനെ ഡിവൈഡ് ചെയ്യുക. അതിൽ നിങ്ങളൊരു ആർബിട്രറി വോളിയം എലമെൻറ്റ് പരിഗണിക്കുക. ദി ആർബിട്രറി വോളിയം എലമെൻറ്റ് ഈസ് d2. അങ്ങനെ നിങ്ങളൊരു ആർബിട്രറി വോളിയം എലമെൻറ്റ് പരിഗണിച്ചു കഴിഞ്ഞാൽ ദി ലൈൻ ഇൻ്റഗ്രൽ, ദ വോളിയം ഇൻ്റഗ്രൽ ഈസ് ഡിഫൈൻഡ് ആസ് I is equal to ഇൻ്റഗ്രൽ phi d2. I is equal to ഇൻ്റഗ്രൽ phi d2. അതായത് ഒരു എലമെൻ്റൽ വോളിയം പരിഗണിക്കണം. ആ എലമെൻ്റൽ വോളിയത്തിലെ ഫൈയുടെ വാല്യൂവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം. ആ പ്രോഡക്റ്റ് എടുക്കുക, അങ്ങനെ എല്ലാ എലമെൻ്റൽ വോളിയൂംസും പരിഗണിക്കുക. ഓരോ എലമെൻ്റൽ വോളിയം ഡിഫൈൻ ചെയ്യുന്ന പോയിന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഫൈ വാല്യൂ ഉണ്ടാകും. അവിടുത്തെ ഫൈ വാല്യൂവുമായിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുക, മൊത്തം എലമെൻ്റൽ വോളിയൂംസിൽ സമ്മേഷൻ നടത്തുക. ഓക്കെ, വീണ്ടും ലൈൻ ഇൻ്റഗ്രലിലേക്ക് വരികയാണെങ്കിൽ ആ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ രണ്ട് പോയിന്റ്സുകളായിരിക്കും. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എന്ന് പറയുന്നത് രണ്ട് പോയിന്റുകളായിരിക്കും ആ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷനായിട്ട് വരിക. സർഫസ് ഇൻ്റഗ്രൽ പറയുമ്പോൾ ഒരു ലൂപ്പായിരിക്കും അതിൻ്റെ ബൗണ്ടറി ആയിട്ടുണ്ടാവുക. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റിനെ തീരുമാനിക്കുന്നത് ആ ഒരു ബൗണ്ടറി ആയിരിക്കും. ഒരു ലൂപ്പായിരിക്കും ബൗണ്ടറി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ലൂപ്പായിരിക്കും ബൗണ്ടറി വാല്യൂസ് എന്ന് പറയുന്നത്. ലൈൻ ഇൻ്റഗ്രലിൻ്റെ ബൗണ്ടറി വാല്യൂസ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് ആണ്. സർഫസ് ഇൻ്റഗ്രലിൻ്റെ കേസ് പറയുമ്പോൾ സർഫസിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു ലൂപ്പായിരിക്കും. ഓക്കെ, വോളിയം ഇൻ്റഗ്രൽ പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, വോളിയം ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ വോളിയം എൻക്ലോസ് ചെയ്യപ്പെടുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടാകും. ആ സർഫസ് ആയിരിക്കും അതിൻ്റെ ലിമിറ്റ്. ഒരു സ്ഫിയറിൻ്റെ ഉള്ളിലാണ് നിങ്ങളൊരു ക്വാണ്ടിറ്റിയുടെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതെങ്കിൽ ആ സ്ഫിയറിൻ്റെ സർഫസ് ആയിരിക്കും അതിൻ്റെ ബൗണ്ടറി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ വിത്തിൻ ദി ബൗണ്ടറി ആയിരിക്കും നിങ്ങൾ ആ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് വേണ്ട ഇൻ്റഗ്രൽസ്: ലൈൻ ഇൻ്റഗ്രൽ, സർഫസ് ഇൻ്റഗ്രൽ ആൻഡ് വോളിയം ഇൻ്റഗ്രൽ. വോളിയം ഇൻ്റഗ്രലിൻ്റെ
സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ if rho is the density, if rho is density, ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ആകാം, മാസ് ഡെൻസിറ്റി ആകാം. അങ്ങനെ ഡെൻസിറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ then total charge or total mass that's equal to integral rho d tau. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. ഓക്കെ, total charge or total mass that's equals integral rho d tau. ഓക്കെ, ഇതാണ് ആക്ച്വലി. സർ, യെസ് സർ, ഈ വോളിയം ഇന്റഗ്രലിൽ നമ്മൾ വെക്ടർ ഫീൽഡ് എടുക്കാത്തത് എന്താ? അല്ല, വെക്ടർ ഫീൽഡിന്റെ വോളിയം ഇന്റഗ്രലും ഉണ്ട്. ഈ ഇന്റഗ്രൽസ് പറയുമ്പോൾ ലൈൻ ഇന്റഗ്രൽ, സർഫസ് ഇന്റഗ്രൽ, വോളിയം ഇന്റഗ്രൽ, സ്കെയിലാർ ഫീൽഡിനും ഡിഫൈൻ ചെയ്യാം, വെക്ടർ ഫീൽഡിനും ഡിഫൈൻ ചെയ്യാം. എനിക്ക് യൂസ്ഫുൾ ഇലക്ട്രോഡൈനാമിക്സിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വോളിയം ഇന്റഗ്രൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്കെയിലാർ ഫീൽഡിന്റെ വോളിയം ഇന്റഗ്രൽ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. Now, integral theorems. Integral theorems. അപ്പോൾ ഇൻ്റഗ്രൽ തിയറംസ് ഉദ്ദേശിക്കുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് സ്റ്റോക്സ് തിയറവും, സ്റ്റോക്സ് തിയറം. രണ്ടാമത്തത് ഗോസ് ഡൈവർജൻസ് തിയറം. ഗോസ് ഡൈവർജൻസ് തിയറവും സ്റ്റോക്സ് തിയറവും. ഓക്കെ, അപ്പോൾ സ്റ്റോക്സ് തിയറത്തിൻ്റെ ഉദ്ദേശം തന്നെ സ്റ്റോക്സ് തിയറം. അപ്പോൾ സ്റ്റോക്സ് തിയറം ഉദ്ദേശിക്കുന്നത് it is a connection between line integral and surface integral. It's a connection between line integral and surface integral. അതിൽ തന്നെ എല്ലാ സമയത്തും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. And the theorem is closed integral a dot dl, that is integral del cross a d tau, integral del cross a d tau. Closed integral a dot dl equals integral del cross a d tau. അതാണ് ആക്ച്വലി സ്റ്റോക്സ് തിയറം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി. അപ്പോൾ എല്ലാ ലൈൻ ഇൻ്റഗ്രലും പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. പകരം ഒരു വെക്ടർ ഫീൽഡിൻ്റെ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാവും. ഓക്കെ, ആ ക്ലോസ്ഡ് ലൂപ്പിൽ നിങ്ങൾക്ക് ആ വെക്ടർ ഫീൽഡിൻ്റെ കേൾ എടുത്തിട്ട് നോട്ട് ഡി ടോ, ഇറ്റ് ഈസ് ഡി del cross a dot d, it is del cross a dot da, dot da. ഓക്കെ, അപ്പോൾ ആ വെക്ടർ ഫീൽഡിൻ്റെ കേൾ എടുത്തിട്ട് ആ കേളിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ ചെയ്താൽ മതിയാവും. ഓക്കെ, ഒരു വെക്ടർ ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് പകരം, ഒരു വെക്ടർ ഫീൽഡിൻ്റെ ക്ലോസ്ഡ് പാത്തിലെ ലൈൻ ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് പകരം ആ വെക്ടർ ഫീൽഡിൻ്റെ കേൾ എടുത്തിട്ട് ഒരു സർഫസ് ഇൻ്റഗ്രൽ ചെയ്താൽ മതിയാകും. സ്വാഭാവികമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഏത് സർഫസിലാണ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടെന്ന് വയ്ക്കുക. ഒരു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ദെൻ നിങ്ങളതിൻ്റെ കേൾ എടുക്കുക, വെക്ടർ ഫീൽഡിൻ്റെ കേൾ എടുക്കുക. അങ്ങനെ വെക്ടർ ഫീൽഡിൻ്റെ കേൾ എടുത്തതിന് ശേഷം
നിങ്ങളൊരു സർഫസ് ഇൻ്റഗ്രൽ ചെയ്യാം. സർഫസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന സർഫസ്. ക്ലോസ്ഡ് ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന സർഫസ് ഏതാണോ ആ സർഫസ് എടുത്തിട്ട് നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതിയാവും. അപ്പോൾ ആ സർഫസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ സർഫസ് എന്ന് പറയാം. ആ ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു സർഫസ്. ഓക്കെ, നിങ്ങളുടെ ബൗണ്ടറി നിങ്ങളുടെ കയ്യിലുള്ള ഒരു സർക്കുലാർ ലൂപ്പാണെന്ന് വയ്ക്കുക. സർക്കുലാർ ലൂപ്പാണെങ്കിൽ സർക്കിളായിരിക്കും നിങ്ങളുടെ സർഫസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബൗണ്ടറി ഒരു സർക്കുലാർ ലൂപ്പായിരുന്നെങ്കിൽ സർക്കിളായിരിക്കും സർഫസ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി, സ്റ്റോക്സ് തിയറത്തിൻ്റെ വാലിഡിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പ്രോബ്ലം നോക്കാം. ഇപ്പോൾ എല്ലാ ലൈൻ ഇൻ്റഗ്രൽസിനെയും സർഫസ് ഇൻ്റഗ്രലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽസിനെ മാത്രം ഒരു സർഫസ് ഇൻ്റഗ്രലായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ആൻഡ് ദ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് ദി ബൗണ്ടറി ഓഫ് ദ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് ദ ബൗണ്ടറി. അതായത് ബൗണ്ടറി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലോസ്ഡ് ലൂപ്പാണ് ഇവിടുത്തെ ബൗണ്ടറി. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. അപ്പോൾ ഞാനൊരു പ്രോബ്ലം പറയുകയാണ്. എ വെക്ടർ ഫീൽഡ് എ ദറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സം എസ് ഫൈ ക്യാപ്. എ വെക്ടർ ഫീൽഡ് എ ഈസ് ഡിഫൈൻഡ് ആസ് സം എസ് ഫൈ ക്യാപ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ കോർഡിനേറ്റുകൾ കണ്ടങ്ങ് മനസ്സിലാക്കും. ഓക്കെ, ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അത്ര തന്നെയുള്ളൂ. വെരിഫൈ സ്റ്റോക്സ് തിയറം. വെരിഫൈ സ്റ്റോക്സ് തിയറം. A equal to S phi cap, then verify Stokes theorem. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹിൻഡ് തരികയാണെങ്കിൽ ഇങ്ങനെ പറയാം. വെരിഫൈ സ്റ്റോക്സ് തിയറം ബൈ കൺസിഡറിങ് ഇതിങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ടും ചെയ്യാം. ഓക്കെ, എന്നാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാൻ വേണ്ടി ഇങ്ങനെയും കൂടെ പറയാം. ബൈ കൺസിഡറിങ് എ സർക്കുലാർ ലൂപ്പ് ഓഫ് റേഡിയസ് r centered at the z-axis. Z-axis സെൻറ്റർ വരുന്ന ഒരു സർക്കുലർ ലൂപ്പ് എടുത്തുകൊണ്ട് സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാം.
ഓക്കെ, ഞാൻ ചെയ്യാം. അപ്പോൾ ഇസഡ് ആക്സിനെ ഞാൻ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു. ദിസ് ഈസ് ഇസഡ് ആക്സിസ്, എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സ് വൈ പ്ലെയിന് പാരലായിട്ട് ഒരു സർക്കുലർ ലൂപ്പിനെ ഞാൻ അസ്യൂം ചെയ്തു. ആ സർക്കുലർ ലൂപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. റേഡിയസ് ഓഫ് ദ ലൂപ്പ് ഈസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യണം. അപ്പോൾ വെക്ടർ ഫീൽഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ഈസ് ഈക്വൽ ടു എസ് ഫൈ ക്യാർ, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വെക്ടർ ഫീൽഡ് എ ഈസ് ഈക്വൽ ടു എസ് ഫൈ ക്യാർ. ആ റേഡിയസ് ഉള്ള സർക്കുലർ ലൂപ്പിനെ പരിഗണിച്ചുകൊണ്ട് ഇത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കുലർ ലൂപ്പ് നമ്മൾ പരിഗണിച്ചു. ആ സർക്കുലർ ലൂപ്പിൽ എലമെൻ്റ് ലെങ്തുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. സർക്കുലർ ലൂപ്പിനെ ഓരോരോ എലമെൻ്റ് ലെങ്തുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആ ഒരു എലമെൻ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡി എൽ. ഓക്കെ, എനിവേ സർക്കുലർ ലൂപ്പിലെ ഡി എല്ലുകൾ എന്ന് പറയുന്നത് ആർക്ക് ലെങ്തുകളാണ്. സർക്കുലർ ലൂപ്പിലെ ഡി എല്ലുകൾ എന്ന് പറയുന്നത് ആർക്ക് ലെങ്തുകളാണ്. ആ ആർക്ക് ലെങ്തിൻ്റെ ഡയറക്ഷൻസ് എന്ന് പറയുന്നത് ടാൻജൻറ്റ് ടു ദി സർക്കിളാണ്. സർക്കുലർ ലൂപ്പ് ആയതുകൊണ്ട് എലമെൻ്റൽ ലെങ്തുകൾ എന്ന് പറയുന്നത് ആർക്ക് ലെങ്തുകളാണ്. അപ്പോൾ ആ ആർക്ക് ലെങ്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജൻറ്റ് ടു ദി കർവ് ആയിരിക്കും. ഇൻഫിനിറ്റിസിമൽ ലൈൻ സെഗ്മെൻറ്റുകളുടെ ഡയറക്ഷൻസ് ടാൻജൻറ്റ് ടു ദി കർവാണ്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പറയാം, ഹിയർ ആ പാത്തിൽ നിങ്ങളൊരു ഡി എൽ പരിഗണിക്കുകയാണെങ്കിൽ ആ ഡി എൽ ആർക്ക് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഇസഡ് ആക്സിന് എബൌട്ട് ആയിട്ടുള്ള ആംഗിൾ ഫൈ എന്ന് എടുക്കുകയാണെങ്കിൽ, ഇസഡ് ആക്സിന് എബൌട്ട് ആയിട്ടുള്ള ആംഗിൾ ഫൈ എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റിസിമൽ ആംഗിൾ ആർ ഡി ഫൈ. An infinitesimal angle R d phi, and which is in the direction of phi cap, Okay, ഇതാണ് അവിടുത്തെ ഇൻഫിനിറ്റിസിമൽ ലൈൻ സെഗ്മെന്റ്. ആർ റേഡിയസ് ഉള്ള സർക്കുലർ ലൂപ്പിലെ ഇൻഫിനിറ്റിസിമൽ ലൈൻ സെഗ്മെന്റ് ആർ ഡി ഫൈ ഫൈ ക്യാപ്. ദെൻ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ഓവർ ദി ലൂപ്പ് ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ റേഡിയസ് ഉള്ള സർക്കുലർ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ആ ലൂപ്പിലെ ഓരോ പോയിന്റ്സിലെയും വെക്ടർ ഫീൽഡിൻ്റെ വാല്യൂ ആർ ഫൈ ക്യാപ്പ് എന്നാണ്. എസ് ഫൈ ക്യാപ്പിൽ എസിൻ്റെ വാല്യൂ ആറാണ്. അപ്പോൾ അവിടെ എസ് ഫൈ ക്യാപ്പ് എന്ന് എഴുതിയിരിക്കുന്നതിൽ എസിൻ്റെ വാല്യൂ ആറാണ്. അതുകൊണ്ട് തന്നെ ആ ലൂപ്പിലെ എല്ലാ പോയിന്റ്സിലെയും വെക്ടർ ഫീൽഡിൻ്റെ വാല്യൂ ആർ ഫൈ ക്യാപ്പ് എന്നാണ്. ഡോട്ട് എലമെൻ്റൽ ഏരിയ, ഓക്കെ, ആർ ഫൈ ക്യാപ്പ് ഡോട്ട്, ഇനി അടുത്ത ഡി എൽ. ഡി എൽ എന്ന് പറയുന്നത് ആർ ഡി ഫൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫൈ ക്യാപ്പ്. ആർ ഡി ഫൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫൈ ക്യാപ്പ്. സോ ഫൈ ക്യാപ്പ് ഡോട്ട് ഫൈ ക്യാപ്പ് ഈസ് 1. That will exist. Then I can write it as r is a constant, r square into integral d phi. It is closed integral. R square closed integral d phi. Phi cap dot phi cap is 1. R square into closed integral d phi, it is 1. ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ഫൈ എന്ന് പറയുന്നത് 2π ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് 2π ആർ സ്ക്വയർ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ഫൈ, അതായത് ഫൈയുടെ ലിമിറ്റ് 0 to 2π എന്നാണ്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ഫൈ എന്ന് പറയുന്നത് 0 to 2π ഫൈ ആണ്, നോട്ട് ഡി ഫൈ. സോ 0 to 2π ഡി ഫൈ എന്ന് പറയുന്നത് 2π ആണ്. സോ എനിവേ, here a line integral, closed line integral a dot to dl over a circular loop of radius capital R is 2π r square.
ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടേ ആയിട്ടുള്ളൂ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എൽ ഈക്വൽസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എ ഡോട്ട് ഡി എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ട് 1 ആയിട്ടുള്ളൂ. ഇനി അടുത്ത പാർട്ടിലേക്ക് പോകണം. അപ്പോൾ അടുത്ത പാർട്ടിലേക്ക് പോകുന്നത് ഓക്കെ, അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എ ഡോട്ട് ഡി എ ചെയ്യണം എന്നുള്ളതാണ്. ഡെൽ ക്രോസ് എ ഡോട്ട് ഡി എ ആദ്യം അപ്പോൾ ഡെൽ ക്രോസ് എ ചെയ്യാം. സോ ഡെൽ ക്രോസ് എ ദാറ്റ്സ് ഈക്വൽസ് 1/s ഇൻറ്റു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് എസ് ക്യാപ് എസ് ഫൈ ക്യാപ് ഇസഡ് ക്യാപ് ഡോ ബൈ ഡോ എസ് ഡോ ബൈ ഡോ ഫൈ ആൻഡ് ഡോ ബൈ ഡോ ഇസഡ് എസ് ക്യാപ്പ് എ എസ്. വെക്ടർ എ എന്ന് പറയുന്നത് എസ് ഫൈ ക്യാപ്പാണ്. അപ്പോൾ ഫൈ ക്യാപ്പിൻ്റെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 0 എന്ന് വരും. എസ് ഇൻറ്റു ഇനി ഫൈ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് എസ് തന്നെയാണ്. അപ്പോൾ എസ് സ്ക്വയർ ഇസഡ് കമ്പോണൻറ്റും 0 ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി 1/s ഇൻറ്റു എസ് ക്യാപ്പ് ഇൻറ്റു അതിൻ്റെ കമ്പോണൻറ്റ് 0 മൈനസ് എസ് ഫൈ ക്യാപ്പ് ഇൻറ്റു അതിൻ്റെ കമ്പോണൻറ്റും 0 പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എസ് ഓഫ് എസ് സ്ക്വയർ ഇറ്റ് ഈസ് 2s. അപ്പോൾ എസും എസും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2z ക്യാപ്പ് എന്ന് കിട്ടുന്നു. ഡെൽ ക്രോസ് എ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇറ്റ് ഈസ് 2z ക്യാപ്പ്. ഡെൽ ക്രോസ് എ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2z ക്യാപ്പ് എന്നാണ് കിട്ടുക. സോ ഡെൽ ക്രോസ് എ ഈസ് 2z ക്യാപ്പ്. അപ്പോൾ ഇനി നമ്മൾ ഡെൽ ക്രോസ് എയുടെ സർഫസ് ഇൻ്റഗ്രൽ ചെയ്യുകയാണ്. സോ ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എ ഡോട്ട് ഡി എ ഏത് സർഫസിലാണ് ചെയ്യേണ്ടത്? അത് ആ സർക്കുലാർ ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു സർഫസ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സർക്കുലാർ ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു സർഫസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അതെന്ന് പറയുന്നത് ആ ഒരു ഡിസ്ക്കാണ്, ആ റേഡിയസ് ഉള്ളൊരു ഡിസ്ക്. ആ സർഫസിൽ വേണം നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ സർഫസിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എ ഈസ് 2z ക്യാപ് ഡോട്ട് ഡി എ. ഡി എ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലെ ഏരിയ എലമെൻ്റ് ആണ്. പക്ഷേ എക്സ് വൈ പ്ലെയിനിലെ ഏരിയ എലമെൻ്റ് ആണെങ്കിലും സിലിണ്ടറിക്കൽ ഡിസ്ക് അല്ല സർക്കുലാർ ഡിസ്കിലെ ഏരിയ എലമെൻ്റ് ആണ്. അപ്പോൾ സർക്കുലാർ ഡിസ്കിലെ ഏരിയ എലമെൻ്റ് എന്ന് പറയുമ്പോൾ എക്സ് വൈ പ്ലെയിൻ്റെ ഏരിയ എലമെൻറ്റ്, അതായത് സെഡ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അവിടെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും ഇറ്റ് ഈസ് എസ് ഡി ഫൈ ഡി എസ്. അതാണ് നിങ്ങളുടെ ഏരിയ എലമെൻറ്റ്. സർക്കുലാർ ഡിസ്ക് എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന പ്ലെയിനാണ്. സർക്കുലാർ ഡിസ്ക് എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന പ്ലെയിൻ. അപ്പോൾ സെഡ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റിലെ ഏരിയ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ സെഡ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ പിന്നെ എസ്സിനും ഫൈക്കും മാത്രമേ വേരി ചെയ്യാൻ പറ്റുള്ളൂ. എസ്സിന് ഒരു ഇൻക്രിമെൻ്റ് കൊടുത്താൽ ഒരു ഡി എസ് കിട്ടും, ഫൈക്ക് ഒരു ഇൻക്രിമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എസ് ഡി ഫൈ കിട്ടും. അതാണ് എസ് ഡി ഫൈ ഡി എസ് എന്ന് പറയുന്നത്. ആൻഡ് സെഡ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന പ്ലെയിനിൽ അത് ഇസഡ് ക്യാപ്പിലോട്ടായിരിക്കും. സോ 2z ക്യാപ്പ് ഡോട്ട് എസ് ഡി ഫൈ ഡി ഇസഡ് ക്യാപ്പ്. സോ ദിസ് ഈക്വൽസ് ഇസഡ് ക്യാപ്പ് ഡോട്ട് ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്നത് 1 ആണ്. 2 ഈസ് എ കോൺസ്റ്റൻറ്റ്. ദെൻ ഇൻ്റഗ്രൽ എസ് ഡി എസ് ഇൻ്റഗ്രൽ ഡി ഫൈ. അപ്പോൾ ആ ഡിസ്ക് മുഴുവനും കവർ ചെയ്യണമെങ്കിൽ ഫൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇസഡ് ആക്സിന് അബൌട്ട് ആയിട്ടുള്ള ആംഗിളാണ്. ഫൈ 0 to 2π വേരി ചെയ്യണം, എസ് 0 to r വേരി ചെയ്യണം. എസ് 0 to r വേരി ചെയ്തിട്ട് ആ 0 to r നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു റേഡിയസ് വെക്ടർ കിട്ടും. അതിനെ നിങ്ങൾ 0 to 2π റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്ക് മുഴുവനും കവർ ചെയ്യും.
Okay, so this equals 0 to capital R, 0 to 2 pi. 2 into, it is r square by 2 into 2 pi. 2 കൊണ്ട് ഗുണം ക്യാൻസൽ ചെയ്ത് പോകും, 2 pi r square. It is 2 pi r square. അപ്പോൾ നേരത്തെ കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 2 pi r square തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് പകരം ആ ലൈൻ ഇൻ്റഗ്രൽ ബൗണ്ടറി ആയിട്ട്, ആ ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന, ആ ക്ലോസ്ഡ് ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു സർഫസ് അസ്യൂം ചെയ്തിട്ട് ആ സർഫസിൽ ഡെൽ ക്രോസ് എയുടെ സർഫസ് ഇൻ്റഗ്രൽ ചെയ്താലും മതി, ആ രണ്ട് ആൻസേഴ്സും സെയിം ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സ്റ്റോക്സ് തിയറം എന്ന് വിളിക്കുക. സ്റ്റോക്സ് തിയറം. ഓക്കെ, ഇനി സ്റ്റോക്സ് തിയറത്തിൽ സർഫസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂപ്പ്, ക്ലോസ്ഡ് ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന സർഫസ്. ക്ലോസ്ഡ് ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന സർഫസ് ഏതാണോ അത് എന്നാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഈ ക്ലോസ്ഡ് ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന സർഫസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്ക് ഓഫ് റേഡിയസ് ആറാണ്. പക്ഷെ അത് മാത്രമല്ല, ഒരു സർക്കുലർ ലൂപ്പിനെ ബൗണ്ടറി ആക്കി വെച്ചുകൊണ്ട് നമുക്കൊരു സർഫസ് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഈ ഒരൊറ്റ സർഫസ് മാത്രമല്ല. ഓക്കെ, ഇത്തരത്തിൽ സർക്കുലർ ലൂപ്പിനെ ബൗണ്ടറി ആക്കി വെച്ചിരിക്കുന്ന ഒരു സർഫസ്. ഓക്കെ, അപ്പോൾ ആ സർഫസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു സർഫസ് ആകാം. അതായത് നിങ്ങളൊരു ഹെമിസ്ഫിയർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഹെമിസ്പെറിക്കൽ ഷെൽ നിങ്ങൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്, ആ സ്പെറിക്കൽ സർഫസിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇതുപോലൊരു സർക്കുലർ ലൂപ്പായിരിക്കും. ഇതിന് നിങ്ങളൊന്ന് 3 ഡൈമെൻഷനിൽ ആലോചിക്കുക. ഈ ഒരു സർഫസിനെ നിങ്ങളൊരു സ്പെറിക്കൽ സർഫസ്, അതിൻ്റെ ഒരു പാർട്ടിനെ നിങ്ങൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു സർക്കുലർ ലൂപ്പാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ രണ്ട് സൈഡും ക്ലോസ്ഡ് ആയിരിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ സർഫസിനെ അസ്യൂം ചെയ്യുക. ഒരു സൈഡ് നിങ്ങൾ ഓപ്പൺ ആക്കുക. നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PVC പൈപ്പ് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ, PVC പൈപ്പ് നിങ്ങൾ അസ്യൂം ചെയ്യുമ്പോൾ ഒരു കർവ്ഡ് സർഫസ് ഉണ്ടാവും. അതാണ് ഒരു PVC പൈപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് വശവും നമുക്കൊരു മൂടി കൊണ്ടുവന്ന് അടയ്ക്കാം. ആ മൂടി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു സർക്കുലർ ലൂപ്പ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു സിലിണ്ടറിക്കൽ സർഫസ് അസ്യൂം ചെയ്യുന്നു. ഒരു PVC പൈപ്പ് എടുക്കുന്നു. രണ്ട് എൻഡിലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിസ്ക് കൊണ്ടുവന്ന് രണ്ട് എൻഡും ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ സർഫസ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർഫസാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുകളിലത്തെ ഒരു മൂടി അങ്ങ് ഒഴിവാക്കുന്നു. മുകളിലത്തെ മൂടി അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? സപ്പോസ് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് നോക്കിയാൽ, ഓക്കെ, ഇങ്ങനെ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് വയ്ക്കുക. രണ്ട് എൻഡും ക്ലോസ് ചെയ്തിരിക്കുന്നു. ആ 1 എൻഡിൽ നിന്ന്
ഏതെങ്കിലും മുകളിലത്തെയോ താഴത്തെ എൻഡിൽ നിന്ന് നിങ്ങൾ ആ ഒരു ക്ലോസ് ചെയ്തതിനെ ഒഴിവാക്കി നിൽക്കുക. ആ ഡിസ്കിനെ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സർക്കുലർ ലൂപ്പിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ സർക്കുലർ ലൂപ്പാണ് ഇതിൻ്റെ ബൗണ്ടറി. ഈ ഒരു സർക്കുലർ ലൂപ്പാണ് ഈ ഒരു മൊത്തം സർഫസിൻ്റെയും ഈ ഒരു മുഴുവൻ സർഫസിൻ്റെയും ബൗണ്ടറി എന്ന് പറയുന്നത് ഈ സർക്കുലർ ലൂപ്പാണ്. ഈ മുഴുവൻ സർഫസിൻ്റെയും ബൗണ്ടറി സർക്കുലർ ലൂപ്പാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസ്ക് ഉണ്ട് നിങ്ങളുടെ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഡിസ്ക്. ആ ഡിസ്കിൻ്റെ ബൗണ്ടറിയും ഈ സർക്കുലർ ലൂപ്പ് തന്നെയാണ്. അപ്പോൾ ഒരു ലൂപ്പിനെ തന്നെ ബൗണ്ടറി ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർഫസുകൾ അസ്യൂം ചെയ്യാൻ പറ്റും. ഒരു ലൂപ്പിനെ തന്നെ ബൗണ്ടറി ആക്കി വെച്ചുകൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർഫസുകളെ അസ്യൂം ചെയ്യാൻ പറ്റും. ഒരു ലൂപ്പിനെ ബൗണ്ടറി ആക്കി വെച്ചുകൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർഫസുകൾ അസ്യൂം ചെയ്യാം. സ്റ്റോക്സ് തിയറം വാലിഡ് ആകുന്നത് അതിലേത് സർഫസിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വാലിഡ് ഫോർ ദാറ്റ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർഫസസ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ബൗണ്ടറി ലൂപ്പായിരിക്കണം. നിങ്ങൾ പരിഗണിക്കുന്ന സർഫസുകളുടെ ബൗണ്ടറി ലൂപ്പായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു കേസാണ് ബൗണ്ടറി ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ പ്ലെയിനിൽ തന്നെ നിങ്ങളൊരു സർഫസ് അസ്യൂം ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഡിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ബൗണ്ടറി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബൗണ്ടറി XY പ്ലെയിനിലാണ് ബൗണ്ടറി എടുത്തിരിക്കുന്നത്. അങ്ങനെ XY പ്ലെയിനിലാണ് നമ്മളിപ്പോൾ ബൗണ്ടറി എടുത്തിരിക്കുന്നതെങ്കിൽ ആ XY പ്ലെയിനിൽ തന്നെ നിങ്ങളൊരു സർഫസിനെ അസ്യൂം ചെയ്യുക. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിസ്ക് ആയിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക. ആ XY പ്ലെയിനിലെ ഡിസ്ക്കാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക് എടുത്ത് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്സ് തിയറം വാലിഡ് ആകുന്നത് ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർഫസുകൾക്കും സ്റ്റോക്സ് തിയറം വാലിഡ് ആകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എൽ ഈക്വൽസ് ഡെൽ ക്രോസ് എ ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എ ഡോട്ട് ഡി എ ഓവർ എ സർഫസ് ബൗണ്ടഡ് ബൈ ദ ലൂപ്പ്. അത്രയേ ഉള്ളൂ. ആ ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു സർഫസിനെ ചൂസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ആ സർഫസ് എന്ത് വേണമെങ്കിലും ഏത് സർഫസ് വേണമെങ്കിലും ആകും. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കേസാണ് ലൂപ്പ് ഡിഫൈൻ ചെയ്യുന്ന പ്ലെയിനിൽ തന്നെ നിങ്ങളൊരു സർഫസ് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് സർക്കുലർ ലൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുക. ഇതൊരു സ്ക്വയർ ലൂപ്പ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്വയറോ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരുന്നെങ്കിൽ റെക്റ്റാങ്കുലോ സ്ക്വയറോ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ നമുക്ക് എന്ത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് ദ വാലിഡിറ്റി ഓഫ് സ്റ്റോക്സ് തിയറം. നിങ്ങൾക്ക് പല സർഫസുകൾ അസ്യൂം ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാനും പറ്റും ഈ പ്രോബ്ലംസ് ഒക്കെ. ഓക്കെ, നിങ്ങളായിട്ട് തന്നെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കൊള്ളൂ. അടുത്തത് ഗോസ് ഡൈവർജൻസ് തിയറം. ഗോസ് ഡൈവർജൻസ് തിയറം. ഇപ്പോൾ ഗോസ് ഡൈവർജൻസ് തിയറം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ സർഫസ് ഇൻ്റഗ്രൽ ആൻഡ് വോളിയം ഇൻ്റഗ്രൽ. It's a connection between surface integral and volume integral. So, if A is a vector field, then closed surface integral del dot A, closed surface integral A dot dA, that's equals volume integral
del dot A d tau. This is actually Gauss divergence theorem. ഇവിടെയും എല്ലാ സർഫസ് ഇൻ്റഗ്രൽസിനെയും വോളിയം ഇൻ്റഗ്രലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലിനെ മാത്രമാണ് വോളിയം ഇൻ്റഗ്രലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലിനെ മാത്രമാണ് വോളിയം ഇൻ്റഗ്രലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എ, അതായത് ഒരു വെക്ടർ ഫീൽഡിൻ്റെ ക്ലോസ്ഡ് സർഫസിലെ സർഫസ് ഇൻ്റഗ്രൽ, അത് ചെയ്യുന്നതിന് പകരം ആ വെക്ടർ ഫീൽഡിൻ്റെ ഡൈവർജൻസ് എടുത്തിട്ട് നിങ്ങളൊരു വോളിയം ഇൻ്റഗ്രൽ ചെയ്താൽ മതിയാകും. ആൻഡ് ദ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ or the limit of volume integral is the surface. Limit of volume integral is the surface. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിനെ നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർഫസ് എല്ലായ്പ്പോഴും ഒരു ഫൈനൈറ്റ് വോളിയത്തിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ടാകും. ഒരു ക്ലോസ്ഡ് സർഫസ് എല്ലായ്പ്പോഴും ഒരു ഫൈനൈറ്റ് വോളിയത്തിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ടാകും. ആ വോളിയമാണ് ആക്ച്വലി ഇവിടുത്തെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്. അപ്പോൾ ഒരു പ്രോബ്ലം എഴുതിയിട്ട് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം എഴുതി വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a vector field A is defined as some e raised to minus k r r cap. വെറുതെ അങ്ങനെ എടുക്കുന്നു. a equal to e raised to minus k r r cap. Verify Stokes theorem, not Stokes theorem. Verify Gauss divergence theorem by considering a spherical surface of radius r. Okay, ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ സർഫസ് അസ്യൂം ചെയ്യുന്നുണ്ട്. ഈ ഒരു വെക്ടർ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഗോസ് ഡൈവർജൻസ് തിയറം വെരിഫൈ ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അതിൻ്റെ ആർ റേഡിയസ് ഉള്ള സ്പെറിക്കൽ സർഫസിലെ സർഫസ് ഇൻ്റഗ്രൽ ചെയ്യുക. ദെൻ ഡൈവർജൻസ് എടുക്കുക, വോളിയം ഇൻ്റഗ്രൽ ചെയ്യുക. ചെയ്തു നോക്കൂ. അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഒന്ന് ചെയ്തു നോക്കൂ.
ഓക്കെ, ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ R റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ സർഫസ് പരിഗണിക്കുന്നു. R റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ സർഫസ്. Okay, this is a spherical surface of radius R. Then ഞാൻ ആക്സിസുകൾ ഇങ്ങനെ പരിഗണിക്കുന്നു. This is X, Y and Z. അപ്പോൾ ഈ R റേഡിയസ് ഉള്ള സ്പെറിക്കൽ സർഫസിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് R റേഡിയസ് ഉള്ള സ്പെറിക്കൽ സർഫസ് ആയതുകൊണ്ട് ഇത് R, ഇത് തീറ്റ, സം R തീറ്റ ഫൈ, R തീറ്റ ഫൈ. ഞാൻ ഫൈ ഇതിൽ കാണിക്കുന്നില്ല. എനിവേ R തീറ്റ ഫൈ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ, ആ സ്ഫിയറിൻ്റെ സർഫസിൽ R തീറ്റ ഫൈ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അതിന് നിയർ ബൈ ആയിട്ട് ഞാനൊരു ഏരിയ എലമെൻറ്റ് അസ്യൂം ചെയ്യും. ഒരു ഏരിയ എലമെൻറ്റ്. അപ്പോൾ സ്പെറിക്കൽ സർഫസിലെ ഏരിയ എലമെൻ്റാണ്. ഓക്കെ, ഈ ഒരു സ്പെറിക്കൽ സർഫസിൽ വേണം ഈ തിയറം വെരിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ അത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എ ആണ് ഓവർ ദി സ്പെറിക്കൽ സർഫസ്. അപ്പോൾ റിമെമ്പർ, ആ സ്പെറിക്കൽ സർഫസിലെ ആ പോയിന്റിലെ വാല്യൂ ഓഫ് ദി വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് ഇ റൈസ്ഡ് ടു മൈനസ് കെ ക്യാപിറ്റൽ ആർ ആണ്. ഇ റൈസ്ഡ് ടു മൈനസ് കെ ആർ, ആർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അതാണ് ആ സർഫസിലെ വാല്യൂ. ഡോട്ട് ഡി എ, നിങ്ങളിപ്പോൾ പരിഗണിച്ചിരിക്കുന്ന സർഫസിൽ അത് എലോങ് ആർ ക്യാപ് ഡോട്ട്, നിങ്ങളിപ്പോൾ പരിഗണിച്ചിരിക്കുന്ന സർഫസിൽ ആ സർഫസിൻ്റെ ഏരിയ എലമെൻറ്റ് സ്പെറിക്കൽ സർഫസാണ്. R റേഡിയസ് ഉള്ള സ്പെറിക്കൽ സർഫസിലെ ഏരിയ എലമെൻറ്റ് ക്യാപിറ്റൽ ആർ സ്ക്വയർ sin theta d theta d phi, which is also in the radial direction. Spherical surface area element, which will be also in the radial direction. So this equals r cap dot r cap is 1. So തീറ്റയും ഫൈയും ആണ് ഇവിടെ വേരിയബിൾ. കാരണം ഡി തീറ്റ ഡി ഫൈ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. തീറ്റ ആൻഡ് ഫൈ ആർ ദി വേരിയബിൾസ്. സോ ആർ സ്ക്വയർ ഇ റൈസ്ഡ് ടു മൈനസ് കെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതിലുള്ളത് ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഇൻ്റഗ്രൽ ഡി ഫൈ. ആ സർഫസ് മുഴുവനും കവർ ചെയ്യണമെങ്കിൽ ഫൈയുടെ ലിമിറ്റ് 0 to 2πയും തീറ്റയുടെ ലിമിറ്റ് 0 to πയും പോകുമ്പോഴാണ് സ്പെറിക്കൽ സർഫസ് കവർ ചെയ്തെത്തുക. So this equals r square e raised to minus k r. ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 2 എന്നാണ് വന്നിട്ടുള്ളത്. ഇൻ്റഗ്രൽ ഡി ഫൈ എന്ന് പറയുമ്പോൾ 2π. സോ ഇറ്റ് ഈസ് 4π r square e raised to minus k r. This is the value of the surface integral over the spherical surface of radius capital R. ഓക്കെ, ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? അടുത്തത് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വോളിയം ഇൻ്റഗ്രൽ ചെയ്യാനാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി ടോയാണ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി ടോ.
ഓക്കെ, സോ ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, 1/r². എനിക്ക് തോന്നുന്നു e⁻⁻k ഡൈവർജൻസ് നമ്മൾ ചെയ്തു എന്ന് തോന്നുന്നു. ഓക്കെ, ചെയ്തില്ല. ഓക്കെ, ലാപ്ലേഷനാണ് ചെയ്തത്. ഡെൽ ഡോട്ട് എ ദാറ്റ്സ് ഈക്വൽസ് 1/r² ഡോ ആർ ഓഫ് r² ഇൻറ്റു e⁻⁻kr. എ എന്ന് പറയുന്നത് e⁻⁻kr r⁻, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈക്വൽസ് 1/r² ഇൻറ്റു ഡോ ആർ ഓഫ് r² e⁻⁻kr. ഇത് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ e⁻⁻kr ഇൻറ്റു 2r പ്ലസ് r² ഇൻറ്റു e⁻⁻kr ഇൻറ്റു -k. സോ e⁻⁻kr അങ്ങ് കോമൺ ആക്കി കഴിഞ്ഞാൽ 2/r മൈനസ് k ഇൻറ്റു e⁻⁻kr. r² ഉള്ളിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ഒരു 2/r e⁻⁻kr മൈനസ് k e⁻⁻kr. 2/r minus k into e⁻⁻kr. This is actually del dot A. ഇനി ഇതിൻ്റെ വോളിയം ഇൻ്റഗ്രൽ ചെയ്യണം. സോ ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി ടോ ഇതിൻ്റെ വോളിയം ഇൻ്റഗ്രൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വോളിയം ഇൻ്റഗ്രൽ ചെയ്യാൻ വേണ്ടി ഒരു ആർബിട്രറി റേഡിയസ് അകലെ, ഒരു r ഡിസ്റ്റൻസ് അകലെ, ഒരു r ഡിസ്റ്റൻസ് അകലെ നിങ്ങളൊരു വോളിയം എലമെൻറ്റ് ഡി ടോ പരിഗണിക്കുക. ഒരു വോളിയം എലമെൻറ്റ് ഡി ടോ ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ദെൻ ഐ ക്യാൻ കണ്ടിന്യൂ ദിസ് ആസ് ഇൻ്റഗ്രൽ 2/r minus k into e⁻⁻kr into volume element. Volume element in spherical polar coordinate system is r² sin theta dr d theta d phi. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എടുക്കേണ്ടതായിരുന്നു, എനിക്ക് പെട്ടെന്ന് കഴിയുകയാണ്. ഓക്കെ, നൗ ഈ ഇൻ്റഗ്രേഷൻ തന്നെ ഇപ്പോൾ 2 ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഓക്കെ, എനിവേ ഇതിനെ 2 പാർട്ടാക്കുകയാണെങ്കിൽ അതിനു മുന്നേ ഈ ഇൻ്റഗ്രൽ സൈൻ തീറ്റ, ഇവിടെ ആറിന് മാത്രമാണ് വേറെ ഫങ്ഷൻസ് ഉള്ളത്. ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്ന് പറയുന്നത് എഗെയിൻ ഇറ്റ് ഈസ് 4π. ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഓവർ ദി സ്പെറിക്കൽ സർഫസ് ഇൻ ദ ഫുൾ റേഞ്ച് ഇറ്റ് ഈസ് 2 ആൻഡ് ഇൻ്റഗ്രൽ ഡി ഫൈ ഈസ് 2π. ദാറ്റ് വിൽ ഗിവ് യു 4π. പിന്നെ ആ ഇൻ്റഗ്രലിനെ എനിക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഈ 2/r എന്നുള്ളതിനെ r കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് r e⁻⁻kr dr മൈനസ് k ഇൻറ്റു ഇൻ്റഗ്രൽ r² e⁻⁻kr dr. ഓ, ഇതൊക്കെ കുറേ ചെയ്യേണ്ടി വരുമല്ലോ. r² e⁻⁻kr dr. ഫസ്റ്റ് ടേമിനെ അതുപോലെ തന്നെ ഇട്ടിട്ട് രണ്ടാമത്തെ ടേമിനെ നമ്മളിന്ന് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് 4π ഇൻറ്റു ഇൻ്റഗ്രൽ r e⁻⁻kr dr. ആറിൻ്റെ ലിമിറ്റ് 0 to ക്യാപിറ്റൽ R ആണ്. ഓക്കെ, മൈനസ് k ഇൻറ്റു ഈ r² e⁻⁻kr dr ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഓക്കെ, ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ r² തന്നെ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ e⁻⁻kr by -k
ഫ്രം 0 to ക്യാപിറ്റൽ ആർ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഒരു കെ എവിടെയുണ്ട്, ഓക്കെ, രണ്ടാമത്തെ മൈനസ് കൊണ്ട് ചേർന്ന് പ്ലസ് ആവും, ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2r ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് again it is e raised to minus kr by minus k into dr. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് 0 to r തന്നെയാണ്. ഈ പ്ലസ് കെയും മൈനസ് കെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇതൊരു മൈനസ് വരും. അപ്പോൾ ദിസ് ഈക്വൽസ് 4π ഇൻറ്റു ഈ ഇൻ്റഗ്രൽ 0 to r e raised to minus kr dr മൈനസ് മൂന്നാമത്തെ ടൈമിലേക്ക് നോക്കുക, മൈനസ് 2 ടൈംസ് r ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് r 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to r e raised to minus kr dr. അപ്പോൾ യെസ് ഫസ്റ്റ് ടൈമിൻ്റെ അവിടെ സോറി ഇവിടെ ഒരു 2 ഉണ്ടല്ലേ, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയില്ലേ, അപ്പോൾ ഈ ടൈമുകളങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി, ഒരു 2 മിസ്സിങ് ആയതാണ് പ്രശ്നം. ഓക്കെ, ദെൻ ഇവിടുത്തെ ഈ കെയും കെയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും, മൈനസും മൈനസും ചേർന്നിട്ട് പ്ലസ് ആകും, റൈറ്റ്. ദെൻ അപ്ലൈ ദ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുക ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ, കെ ക്യാപിറ്റൽ ആർ, ലോവർ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ലോവർ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ യുവർ ആൻസർ ഈസ് 4πr സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ, 4πr സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ. ഇവിടെ നോക്കുക, സർഫസ് ഇൻ്റഗ്രൽ ചെയ്തിരിക്കുന്നത് 4πr സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ, 4πr സ്ക്വയർ ഇ റൈസ് ടു മൈനസ് കെ ആർ. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ആൻസറാണ്. സോ ഗോസ് ഡൈവർജൻസ് തിയറം ഈസ് വെരിഫൈഡ്. ഇത് മാത്രം ബേസ് ചെയ്തിട്ടല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ പ്രോബ്ലംസിനെ ചൂസ് ചെയ്തുകൊണ്ട് ഓർ വെക്റ്റർ ഫീൽഡുകൾ മാറ്റാം, കോർഡിനേറ്റ് സിസ്റ്റംസ് മാറ്റാം. നമ്മളിപ്പോൾ ചെയ്ത ഒരു സ്പെറിക്കൽ സർഫസിലാണ്, നിങ്ങളൊരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു വെക്റ്റർ ഫീൽഡ് ചുമ്മാ അങ്ങ് എഴുതുക, ഇഷ്ടമുള്ള വെക്റ്റർ ഫീൽഡ് എഴുതാം. ഏതും ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു വെക്റ്റർ ഫീൽഡ് എഴുതുക, എന്നിട്ട് ഒരു സിലിണ്ടറിക്കൽ ക്ലോസ് ഒരു സിലിണ്ടറിക്കൽ സർഫസ് പരിഗണിക്കുക, ആ സർഫസിൽ മുഴുവനും നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക, ദെൻ ഡൈവർജൻസ് എടുക്കുക, വോളിയം ഇൻ്റഗ്രൽ ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പാർട്ടും കൂടിയാണ് ഇതിൽ നോക്കാനുള്ളത്, ഡിറാ ഡെൽറ്റ ഫംഗ്ഷൻ. അത് നോക്കിക്കൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തന്നെ ഇലക്ട്രോ സ്റ്റാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഞാൻ പറ്റുമെങ്കിൽ വൈകുന്നേരം 7 to 9 ക്ലാസ് വയ്ക്കും. ഓക്കെ, താങ്ക് യു.